السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على خاتم الأنبياء والمرسلين وعلى آله وصحبه وسلم تسليما كثيرا كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون. فقد قال النبي صلى الله عليه وسلم: إن أول ما يحاسب به العبد يوم القيامة صلاته، أو كما قال عليه الصلاة والسلام: رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടൽ പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ചെറുതും വലുതുമാകുന്ന എല്ലാ പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കരുണ കൊണ്ട്, കൃപ കൊണ്ട്, ഔദാര്യം കൊണ്ട് പൂർണ്ണമായി പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി കഴിച്ചുകൂട്ടുവാൻ അള്ളാഹു നാം ഏവർക്കും ഉദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ട ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു പരിപൂർണ മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് സൂറത്തുൽ മുഅ്മിനൂൻ. വിശ്വാസികൾ, സത്യവിശ്വാസികൾ എന്നർത്ഥം വരുന്ന സൂറത്ത്, അധ്യായം. ഈ സൂറത്തിന്റെ പ്രഥമ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെ ഗുണങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണ്. സത്യവിശ്വാസികളുടെ സവിശേഷതകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണ്. അതിൽ ആദ്യത്തെ സവിശേഷതയായി അല്ലാഹു പറയുന്നത് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരവരുടെ നമസ്കാരങ്ങളിൽ ഭക്തിയുള്ളവരാണ്, നമസ്കാരങ്ങളിൽ ശ്രദ്ധയുള്ളവരാണ്. ശേഷം അല്ലാഹു ധാരാളം സവിശേഷതകൾ പ്രതിപാദിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അല്ലാഹു പറയുന്നു: അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. അത്തരത്തിൽ നമസ്കാരത്തിൽ ഭക്തിയുള്ള ആളുകൾ, തുടർന്ന് പറയുന്ന സവിശേഷത ഉൾക്കൊള്ളുന്ന ആളുകൾ സ്വർഗത്തിന്റെ ഏറ്റവും മുകളിലത്തെ തട്ടാകുന്ന ജന്നാത്തുൽ ഫിർദൗസിനെ അനന്തരമെടുക്കുകയും അതിലവർ നിത്യവാസം നടത്തുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ. നമ്മളൊക്കെ നമസ്കാരക്കാരാണ്. വർഷങ്ങളായിട്ട് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 30 വർഷം, 40 വർഷം, 50 വർഷം, 60 വർഷമായിട്ട് നമസ്കാരം മുറുകെ പിടിച്ചിരിക്കുന്ന ആളുകൾ. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നാം ഓരോരുത്തരും വിചിന്തനം ചെയ്യേണ്ടുന്ന പ്രത്യേകിച്ച് അനുഗ്രഹീത ദുൽഹജ്ജ് മാസമാണ്. പെരുന്നാളൊക്കെ കഴിഞ്ഞു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാനത്തെ വസിയത്ത്, മരണപ്പെടുന്നതിന് മുമ്പുള്ള അവസാന വസിയത്ത്, കാന ആഖിറു കലാമി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാ എന്നാണ്.
നബിതങ്ങളുടെ അവസാനത്തെ വസിയത്ത് എന്നുള്ളത് നമസ്കാരം ഗൗനിക്കണേ എന്നാണെന്ന് ഹദീസുകളിൽ കാണാം. ദുൽഹജ്ജ് മാസത്തിലാണല്ലോ അവസാനത്തെ ഖുത്ബ നടക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭാഷണത്തിന്റെയൊക്കെ പ്രധാന കാമ്പ് സത്ത നമസ്കാരത്തെ സംബന്ധിച്ചായിരുന്നു. കാരണം നമസ്കാരമില്ലാതെ ഇനി എന്തെല്ലാമാണെന്ന് പറഞ്ഞാലും, എന്തെല്ലാം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും, എത്ര ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും, എത്ര പാവപ്പെട്ടവരെ സഹായിച്ചു, എത്ര പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുത്തു, വിധവകളായിട്ടുള്ളവർക്ക് താങ്ങും തണലുമായി അനാഥരെ ഏറ്റെടുത്തു, എന്തെല്ലാം ചെയ്യുന്നെന്ന് പറഞ്ഞാലും നമസ്കാരമില്ലാതെ റബ്ബിന്റെ മുന്നിൽ ഒരു സ്ഥാനവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമസ്കാരം എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ പ്രതാപമാണ്, അവന്റെ അന്തസ്സാണ്. ആഖിറത്തിൽ അവന്റെ ഫയല് അല്ലാഹു തുറക്കണം എന്നുണ്ടെങ്കിൽ നമസ്കാരം വേണം. നമസ്കാരമില്ല എങ്കിൽ പിന്നെ അവന്റെ മുഖത്തേക്ക് പോലും റബ്ബ് നോക്കൂല, ഫയലൊന്നും തുറക്കൂല, ഒന്നും റബ്ബിന് ആവശ്യമില്ല. നമസ്കാരക്കാരനാണെന്നുണ്ടെങ്കിൽ തുടർന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് റബ്ബ് പരിശോധന നടത്തും. അപ്പൊ നമസ്കാരമാണ് ആദ്യം പ്രധാനമായിട്ടും. നമ്മളൊക്കെ നമസ്കാരക്കാരാണ്. നമ്മുടെ നമസ്കാരം എത്രത്തോളം റബ്ബിന് സ്വീകാര്യമായിട്ടുണ്ട്. നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടും. റബ്ബിനെ കുറിച്ചുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിൽ. നമ്മൾ സ്വന്തമായിട്ട് ചിന്തിക്കുക, 20 വർഷം 25 വർഷം 30 വർഷമായിട്ട് ഞാൻ നമസ്കരിക്കുക. ഈ നമസ്കാരത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ, തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ നമ്മുടെ ചിന്ത എന്താ? റബ്ബിനെ കുറിച്ചാണോ? ചില ആളുകൾ ചോദിക്കാറുണ്ട്, ശ്രദ്ധ തെറ്റാതിരിക്കുന്നതിന് വേണ്ടി കഅബ ഷരീഫിന്റെ കില്ല മനസ്സിൽ ഓർത്തോട്ടെ എന്ന്. കഅബ ഷരീഫയുടെ കില്ലയുണ്ടല്ലോ, ആ കറുത്ത ഭൂപടം, അല്ലെങ്കിൽ ആ ചിത്രം, അത് മനസ്സിലോർത്താൽ അതെങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാമല്ലോ, വേറെ ചിന്തയൊന്നും മാറിപ്പോ. കഅബ ഷരീഫയല്ല ചിന്തിക്കേണ്ടത്. നമസ്കാരത്തെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം. നമുക്കറിയാം, നമസ്കാരം എന്ന് പറഞ്ഞാൽ മദ്രസകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാ. തക്ബീർ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ചില വാക്കുകൾക്കും പ്രവൃത്തികൾക്കുമാണ് നമസ്കാരം എന്ന് പറയുന്നത്. ചെറുപ്പം മുതലേ മദ്രസകളിൽ പഠിച്ചിട്ടുള്ളതാ. വിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇന്ന അവ്വലു മാ യുഹാസിബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഒരു അടിമയോട് ആദ്യം ചോദിക്കുന്നത് നമസ്കാരത്തെക്കുറിച്ചാണ്. പ്രഥമ ചോദ്യം. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഒരു വ്യക്തി മരണപ്പെട്ടു, അദ്ദേഹത്തിന്റെ റൂഹ് ഇങ്ങനെ ആകാശത്തിലേക്ക് ഉയരും. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിന് വിശദീകരണം കൊടുക്കുകയാണ് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി. ആദ്യത്തെ ചെക്ക് പോയിന്റ് ആകാശത്തിലാണ്. അവിടെ ആദ്യത്തെ ചോദ്യം നമസ്കാരത്തെക്കുറിച്ചാണ്. എല്ലാ സ്ഥലങ്ങളിലും ഖബറിൽ ആദ്യത്തെ ചോദ്യം നമസ്കാരത്തെക്കുറിച്ചാണ്. വിചാരണ വേളയിൽ ആദ്യത്തെ ചോദ്യം നമസ്കാരത്തെക്കുറിച്ചാണ്. ഇന്ന അവ്വലു മാ യുഹാസിബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ സ്വലാത്തുഹു. ഖിയാമത്ത് നാളിൽ ഒരു അടിമയോട് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് അവന്റെ നമസ്കാരം എങ്ങനെ, നമസ്കരിച്ചോ എന്ന് മാത്രമല്ല, നമസ്കാരം എങ്ങനെയായിരുന്നു, ഏത് രീതിയിലായിരുന്നു, ആർക്ക് വേണ്ടി നമസ്കരിച്ചു, എങ്ങനെ നമസ്കരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിന്റെ അവസാനം പറയുന്നുണ്ട്, ഫൈദാ സലുഹത്ത്, നമസ്കാരം നന്നായാൽ ഫഖദ് അഫ്ലഹ വ അൻജഹ, അവൻ വിജയിച്ചു, രക്ഷ പ്രാപിച്ചു. വേറെ സൽപ്രവൃത്തിയൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അവൻ വിജയിച്ചു. വൈദാ ഫസദത്ത്, എല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാ കാരുണ്യ പ്രവർത്തനത്തിന്റെ പ്രധാനപ്പെട്ട ആളാ, പക്ഷെ നമസ്കാരം ശരിയല്ല. വൈദാ ഫസദത്ത്, നമസ്കാരം ശരിയല്ല എങ്കിൽ ഇനി എന്തെല്ലാം അവനാണെന്ന് പറഞ്ഞാലും ഫഖദ് ഖാബ വ ഖസിറ, അവൻ നഷ്ടപ്പെട്ടു, അവൻ നിരാശനാകും എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. നമസ്കാരം പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനിൽ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ മാഊൻ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കിൻ എന്ന് തുടങ്ങുന്ന സൂറത്ത്. ഈ സൂറത്തിലൊരു ആയത്തുണ്ട്, ഫവൈലുൻ ലിൽ മുസല്ലീൻ, ഒരു വിഭാഗം ആളുകൾക്ക്, നമസ്കാരക്കാർക്ക് വൈലെന്ന നരകം. ഒരു വിഭാഗം നമസ്കാരക്കാർക്ക് വൈലെന്ന നരകം. വൈൽ എന്ന് പറഞ്ഞാൽ നരകവാസികളുടെ വിസർജ്യ വസ്തുക്കൾ വന്ന് വീഴുന്ന സ്ഥലത്തിനാണ് വൈലെന്ന് പറയുന്നത്. ഖുർആന്റെ തഫ്സീർ പഠിക്കണം. നരകവാസികളുടെ വിസർജ്യ വസ്തുക്കളില്ല, അത് വന്ന് വീഴുന്ന സ്ഥലത്തിനാണ് വൈൽ എന്ന് പറയുന്നത്. ഫവൈലുൻ ലിൽ മുസല്ലീൻ,
നമസ്കരിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക് വൈലെന്ന നരകം. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവരവരുടെ നമസ്കാരത്തിൽ അശ്രദ്ധരാണ്. നമസ്കരിക്കുന്നുണ്ട്, പക്ഷെ അശ്രദ്ധരാ. വേണ്ടതുപോലെ നമസ്കാരം എത്തുന്നില്ല. റബ്ബിന് തൃപ്തികരമായ നിലയിൽ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നിലയിൽ ആ നമസ്കാരം എത്തുന്നില്ല. ഇവിടെ സാഹി എന്നുള്ളതിന് പണ്ഡിതന്മാര് ചില വിശദീകരണങ്ങൾ കൊടുക്കുന്നുണ്ട്. സാഹി എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്ക് അർത്ഥം പറഞ്ഞാൽ മറവി എന്ന അർത്ഥം. അശ്രദ്ധൻ. 3 രീതിയിലുള്ള നമസ്കാരക്കാരെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പഠിക്കണം, ഇത് മനസ്സിലാക്കണം. നമസ്കരിക്കുന്നുണ്ട്, പക്ഷെ അള്ളാഹു സ്വീകരിക്കുന്നുണ്ടോ? അള്ളാഹു കബൂൽ ചെയ്യുന്നുണ്ടോ? റബ്ബിന് തൃപ്തിപ്പെട്ട, റബ്ബിന് ഇഷ്ടമായിട്ടുള്ള നമസ്കാരമാണോ നമ്മൾ നമസ്കരിക്കുന്നത്? സാഹിന് പണ്ഡിതന്മാർ വിശദീകരണം നൽകുന്നത്, ഒന്ന്, തീരെ നമസ്കരിക്കാത്ത ആളുകൾ, നമസ്കാരവുമായി ഒരു ബന്ധവുമില്ല അത്തരക്കാർക്ക്. നേരത്തെ പറഞ്ഞല്ലോ, നമസ്കാരമില്ലാതെ ദീനിൽ ഒരു സ്ഥാനവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ തായിഫിൽപ്പെട്ട ഒരു വഫ്ദ്, ഒരു വിഭാഗം ആളുകൾ നബി തങ്ങളുടെ സന്നിധിയിൽ വന്നു. മുസ്ലിമാകാൻ വന്നതാ. നബി തങ്ങൾ അവരെ പള്ളി കയറ്റി ഇരുത്തി, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഷഹാദത്ത് കലിമ പറഞ്ഞോ, ഷഹാദത്ത് കലിമയൊക്കെ പറഞ്ഞു കൊടുത്തു. ഉടനെ അവർ ചില നിബന്ധനകൾ വെച്ചു. അല്ലാഹുവിന്റെ റസൂലെ, ജിഹാദിന് ഞങ്ങളെ വിളിക്കരുത് കേട്ടോ, ജിഹാദിന് ഞങ്ങൾക്ക് വരാൻ പറ്റൂല, ഞങ്ങളെ വിളിക്കാൻ നിൽക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല, വിളിക്കൂല, ജിഹാദിന് നിങ്ങൾ വരണ്ട. ഞങ്ങളുടെ സമ്പത്തിന്റെ വിഹിതവും ഞങ്ങൾ തരൂല, ചോദിച്ച് വരരുത് കേട്ടോ. അത് ഏത് പ്രവൃത്തിക്കായിരുന്നാലും, സൽപ്രവൃത്തിക്കായിരുന്നാലും ദുഷ്പ്രവൃത്തിക്കായി ഞങ്ങളുടെ സമ്പത്തിന്റെ വിഹിതം ചോദിക്കരുത്, ഞങ്ങൾ വരൂല, തരൂല. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ തരണ്ട, ജിഹാദിനും വരണ്ട, സമ്പത്തിന്റെ വിഹിതവും തരണ്ട. 3-മതൊരു കാര്യം പറഞ്ഞപ്പോൾ അല്ലാഹു റസൂലിന്റെ ഭാവം മാറി. നമസ്കരിക്കാൻ ഞങ്ങളെ വിളിക്കരുത് കേട്ടോ, ജിഹാദിന് വരണ്ട, സമ്പത്തിന് വിഹിതം അത് നിങ്ങൾ തരണ്ട, നമസ്കരിക്കാൻ വിളിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു റസൂലിന്റെ മുഖം, ഭാവം മാറി മറിഞ്ഞു. അല്ലാഹു റസൂൽ പറഞ്ഞു, നടക്കൂല. ലാ ഖൈറ ഫീ ദീനിൻ ലൈസ ഫീഹി റുകൂഉൻ, നമസ്കാരമില്ലാതെ ദീനിൽ ഒരു സ്ഥാനവുമില്ല. മുസ്ലിമാണെന്ന് പറഞ്ഞ് പേരുകൊണ്ട് മാത്രമാണ് മുസ്ലിം. നമ്മളിൽ എത്ര ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ ബന്ധുമിത്രാദികൾ, കൂട്ടുകാര്, നമ്മുടെ അയൽവക്കക്കാര്, ജുമായ്ക്ക് മാത്രം പള്ളിയിൽ വരുന്ന എത്ര പേരുണ്ടെന്ന് കൃത്യമായിട്ട് കണക്കെടുത്ത് നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ പെരുന്നാളിന് മാത്രം വരും, പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് പെരുന്നാളിന് മാത്രം വരും, അതല്ലെങ്കിൽ ജുമായ്ക്ക് മാത്രം വരും, അതല്ലെങ്കിൽ ആരെങ്കിലും മരിക്കുമ്പോൾ പള്ളി കയറും, ഏതെങ്കിലും കല്യാണം വരുമ്പോൾ പള്ളി കയറും, അല്ലേ? നമ്മൾ സ്വന്തമായിട്ട് നമസ്കാരത്തിന്റെ വിഷയത്തിൽ കൃത്യത പുലർത്തിയില്ല എങ്കിൽ അള്ളാഹുവിന് തൃപ്തികരമായ ജീവിതമല്ല നമ്മൾ നയിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ തീരെ നമസ്കാരവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ, അല്ലാഹു റസൂൽ എന്താ പഠിപ്പിച്ചത്? സല്ലല്ലാഹു അലൈഹി വസല്ലം, മിഫ്താഹുൽ ജന്നത്തി അസ്സലാ, സ്വർഗത്തിന്റെ താക്കോൽ അസ്സലാ, നമസ്കാരമാണ്. മിഫ്താഹുൽ ജന്നത്തി, സ്വർഗത്തിന്റെ താക്കോൽ നമസ്കാരമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമിഫ്താഹുസ് സ്വലാത്തി അത്തഹൂറു, ആ നമസ്കാരത്തിന്റെ താക്കോൽ എന്നുള്ളത് ശുദ്ധിയാണ്. നമ്മൾ 2 ദിവസത്തെ യാത്ര പോയി, സങ്കല്പം, ഉദാഹരണം, നീണ്ട യാത്രയൊക്കെ പോയിട്ട് കാര്യമെല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി വന്നു. വീടിന്റെ താക്കോല് നഷ്ടപ്പെട്ടു പോയി. ഒരുപാട് ആവശ്യങ്ങളുണ്ട്, കുറച്ച് വിശ്രമിക്കണം, കുളിക്കണം, ഭക്ഷണം കഴിക്കണം, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. വീട് തുറക്കാൻ താക്കോലില്ല, താക്കോല് നഷ്ടപ്പെട്ടു പോയി. ഒന്നുകിൽ എവിടെയെങ്കിലും മറന്നു വെച്ചുപോയി, അതല്ലെങ്കിൽ എങ്ങനെയോ നഷ്ടപ്പെട്ടു. ഈ രീതിയിൽ ഈ യാത്ര അവസാനിക്കും, സ്വർഗത്തിന്റെ ബോർഡർ എത്തും. സ്വർഗത്തിന്റെ വാതിൽ തുറക്കാൻ അല്ലാഹു പറയും, തുറന്നോളാൻ പറയും. തുറക്കാൻ താക്കോല് വേണ്ടേ? അവിടെ ആരും താക്കോല് തരൂല. അതാ റസൂല് പഠിപ്പിക്കുന്നത്, മിഫ്താഹുൽ ജന്നത്തി അസ്സലാ, സ്വർഗത്തിന്റെ താക്കോൽ. ആ കവാടത്തിന്റെ മുന്നിൽ നമ്മളെ കൊണ്ടു നിർത്തിയിട്ട് തുറന്നോളൻ അല്ലാഹു ആവശ്യപ്പെടും. തുറക്കാൻ താക്കോല് ഇവിടെ നിന്ന് കൊണ്ടുപോകണം. ആ താക്കോലിന്റെ പേരാണ് അസ്സലാ, നമസ്കാരം എന്നുള്ളത്. ആ താക്കോല് എടുക്കേണ്ട സമയത്ത് എടുക്കാതെ അവിടെ പോയാൽ സ്വർഗത്തിന്റെ കവാടം തുറക്കാൻ പറ്റൂല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ നമ്മൾ ആപതിക്കും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമസ്കാരത്തിൽ കൃത്യത, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ നമസ്കാരത്തിൽ ശ്രദ്ധ വേണം. ഇവിടെ 3 വിശദീകരണങ്ങളാണ് പണ്ഡിതന്മാർ നൽകുന്നത്. ഫവൈലുൻ ലിൽ മുസല്ലീൻ, ഒരു വിഭാഗം ആളുകൾക്ക് വൈലെന്ന നരകം. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശി, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം സാഹൂൻ, അവരവരുടെ നമസ്കാരത്തിൽ അശ്രദ്ധരാണ്. അശ്രദ്ധ എന്ന് പറഞ്ഞാൽ 3 രീതിയിലാണ്. ഒന്ന്, തീരെയും നമസ്കാരമില്ലാത്തവർ, നേരത്തെ പറഞ്ഞതുപോലെ അസ്സലാത്തു ഇമാദുദ്ദീൻ, ദീനിന്റെ തൂണാണ് നമസ്കാരം എന്നുള്ളത്. ഈ താക്കോൽ എടുക്കുന്നതിന് വേണ്ടി ആ 10,000 പ്രാവശ്യം നമ്മൾ ആയുസ്സിൽ എത്രയോ പ്രാവശ്യം ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ എന്ന് പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന്
ബാങ്കൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. വിജയത്തിലേക്ക് വാ, നമസ്കാരത്തിലേക്ക് വാ. അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കത്തേക്കാൾ ശ്രേഷ്ഠമാണ് നമസ്കാരം. ഈ താക്കോൽ എടുക്കാൻ വേണ്ടിയാ. താക്കോൽ എടുത്തിട്ട് സ്വർഗത്തിന്റെ കവാടം തുറക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ ആളുകളെ പണ്ഡിതന്മാര് പഠിപ്പിക്കുക, ഇടയ്ക്കിടയ്ക്ക് നിസ്കരിക്കും. ഇടയ്ക്കിടയ്ക്ക് നമസ്കരിക്കും. ഒരു സന്തോഷം വരുമ്പോ പള്ളിയിൽ കയറും, അതല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ രോഗം മാറ്റിത്തരണമെങ്കിൽ അള്ളാഹു എല്ലാം മാറ്റിത്തരേണ്ടത്, ഉടനെ നമസ്കരിക്കും. വിശുദ്ധ ഖുർആൻ 2 വിഭാഗം ആളുകളെ പരിചയപ്പെടുത്തിയിട്ട് അള്ളാഹു പറയുക, നിങ്ങൾ അവരെ പോലെ ആകരുക എന്ന്. ഒന്ന്, അള്ളാഹു അനുഗ്രഹിക്കുമ്പോ അള്ളാഹുവിന് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ അവർക്ക് കിട്ടുമ്പോൾ അവർ വലിയ സന്തോഷമാണ്, ഹംദൊക്കെ രേഖപ്പെടുത്തും, സന്തോഷത്താൽ മതിമറന്നുകൊണ്ട് കഴിയും. അത്തരക്കാരെ പോലെ നിങ്ങൾ ആവണ്ട. രണ്ടാമതൊരു വിഭാഗക്കാരെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ എങ്ങാനും തിരിച്ചെടുത്തു കഴിഞ്ഞാല് ഒരു വലിയ നിരാശരാകും. ആ നിരാശയുടെ പേരിൽ ചിലപ്പോൾ ഒന്ന് നമസ്കരിക്കും. പരീക്ഷണങ്ങൾ മാറ്റിത്തരേണ്ട അള്ളാഹുവാണ്, പ്രതിസന്ധികളും പ്രശ്നങ്ങളിൽ നിന്ന് കരകയറ്റേണ്ടത് അള്ളാഹുവാണ് എന്ന ചിന്തയ്ക്ക് വന്ന് നമസ്കരിക്കും. ആ നിസ്കാരം അള്ളാഹുവിന് വേണ്ട. അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിൽ നമസ്കരിക്കാൻ സാധിക്കണം. ഏത് സന്ദർഭത്തിലാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ദുഃഖത്തിന്റെയും സന്തോഷത്തിന്റെയും സാഹചര്യത്തിൽ നമസ്കാരം മുറുകെ പിടിക്കണം. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും അള്ളാഹു കാണിക്കൂല എന്ന ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ നിങ്ങളൊരു ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്, മൻ ഹാഫള അല സ്വലവാത്തിൽ ഖംസി, 5 നേരത്തെ നമസ്കാരം ആരെങ്കിലും കൃത്യതയോടുകൂടി നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ കാനത്ത് ലഹു നൂറുൻ, ഈ നമസ്കാരം ആഖിറത്തിൽ അവന് പ്രകാശമായിരിക്കും. എല്ലായിടത്തും പ്രകാശം. മരിക്കുന്ന സമയത്ത് മുഖത്ത് വെട്ടവും പ്രകാശം കാണുമെന്ന് നമ്മൾ പറയാറില്ലേ? ചില ആളുകളുടെ മുഖം പ്രകാശിക്കുന്നവർ പറയാം, മരിച്ചു കിടക്കുന്ന മുഖം ചിരിച്ചുകൊണ്ട് കിടക്കുന്ന പുഞ്ചിരി അല്ലെ, പുഞ്ചിരിച്ചുകൊണ്ട് മുഖം തിളങ്ങും. നമസ്കാരത്തിന്റെ ഭാഗം ആ പുഞ്ചിരി, ആ മുഖം വെട്ടിത്തളം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാനത്ത് ലഹു നൂറുൻ, അവന്റെ മുഖം പ്രകാശിക്കും, ഖബർ പ്രകാശിക്കും, മഹ്ശറ വൻസഭ പ്രകാശിക്കും. മൊത്തം പ്രകാശമാർന്നൊരു ജീവിതമായിരിക്കും ആഖിറത്തിൽ. കാരണം എന്താ? പ്രത്യേകിച്ച് ഒന്നും ജീവിതത്തിൽ ചെയ്തില്ല, നമസ്കാരം അങ്ങ് മുറുകെ പിടിച്ചു. 5 നേരം ബാങ്ക് കേട്ട പള്ളി വന്ന അതിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിച്ചില്ല. ബുർഹാൻ തെളിവായിരിക്കും. ആരും ഉപദ്രവിക്കൂല, ഖബറും ഉപദ്രവിക്കൂല, മഹ്ശറയിലും അള്ളാന്റെ സൃഷ്ടികളും മലക്കുകളും ഒന്നും ആരും അവനെ ശിക്ഷിക്കൂല. കാരണം അവന് തെളിവ് കൂട്ടത്തിൽ നമസ്കാരം നിൽക്കുകയാണ്. വനജാത്തുൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന് രക്ഷയായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറൊരു കാര്യം പറയുന്നുണ്ട്, ശ്രദ്ധയില്ലാതെ എങ്ങാണമാണ് നിങ്ങൾ നമസ്കരിക്കുന്നതെങ്കിൽ, കേട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കടുപ്പത്തിൽ, എന്റെ അടിമകൾ, എന്റെ ഉമ്മത്തിന്റെ നമസ്കാരം ശ്രദ്ധയില്ലാതെയാണെങ്കിൽ യുഹ്ശറു മഅ ഫിർഔൻ വഹാമാൻ വഖാറൂൻ വഉബയ്യ് ബിൻ ഖലബ്, വിശുദ്ധ ഇസ്ലാമിന്റെ ലോകം കണ്ട ഏറ്റവും വലിയ ശത്രുവാ ഫിർഔൻ. ആ ഫിർഔനിന്റെ സഹവാസത്തിൽ ആഖിറത്തിൽ കഴിഞ്ഞുകൂടേണ്ടി വരും, ഓർത്തോ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടത്തിൽ കഴിയാനാണോ ആഖിറത്തിൽ നമുക്ക് ആഗ്രഹം? അതോ ഫിർഔനിന്റെ കൂട്ടത്തിൽ കഴിയാനാണോ? ലോകം കണ്ട ഏറ്റവും വലിയ അക്രമകാരി ഖാറൂനിന്റെയും അതുപോലെ ഉബയ്യ് ബിൻ ഖലബിന്റെയും കൂട്ടത്തിൽ കഴിയാനാണോ നമുക്ക് ആഗ്രഹം? അതോ അബൂബക്കറിന്റെ, ഉമറിന്റെ, ഉസ്മാനിന്റെയും കൂട്ടത്തിൽ, സൽക്കർമ്മകാരികളുടെ കൂട്ടത്തിൽ കഴിയാനാണോ നമുക്ക്? നമ്മൾ ചിന്തിച്ച് നമസ്കാരത്തിൽ ശ്രദ്ധയുള്ളവരായി മാറുക. രണ്ടാമത്തെ വിഭാഗം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വേണ്ടി നമസ്കരിക്കുന്ന ശൈലി മാറ്റുക. നമസ്കാരം മുറുകെ പിടിക്കുക, പരമാവധി നമസ്കാരത്തിൽ ശ്രദ്ധ ചെലുത്തുക. മൂന്നാമതൊരു വിഭാഗത്തെ കുറിച്ച് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, അവർ കൃത്യമായിട്ട് നമസ്കരിക്കുന്നുണ്ട്, പക്ഷെ ആ നമസ്കാരം റബ്ബിന് വേണ്ട. പഴന്തുണി വലിച്ചെറിയുന്നത് പോലെ ആ നമസ്കാരം അവരുടെ മുഖത്തേക്ക് വലിച്ചെറിയും എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. പഴന്തുണി വലിച്ചെറിയുന്നത് പോലെ ആ നമസ്കാരം അവരുടെ മുഖത്തേക്ക് വലിച്ചെറിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദസ്സിലിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി വന്ന് നമസ്കരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ ആ സഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, ആ വ്യക്തിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, മര്യാദയ്ക്ക് ഒന്നോടെ നമസ്കരിച്ചു. ഇയാൾ നമസ്കരിച്ചിട്ടില്ല. വീണ്ടും അദ്ദേഹം വന്ന് ഒന്നെടുത്ത് നമസ്കരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, മര്യാദയ്ക്ക് ഒന്നോടെ നമസ്കരിക്കും, നീ നമസ്കരിച്ചിട്ടില്ല. കാരണം നമസ്കാരം പൂർണ്ണതയിലെത്തുന്നില്ല. ശ്രദ്ധയില്ലാതെ കോഴി കൊത്തുന്നത് പോലെ എന്ന ഹദീസിൽ വരുന്നുണ്ട്. പെട്ടെന്ന് ചാടിപ്പിടിച്ച് റുക്കുവോ ഇല്ല, സുജൂദും ഇല്ല, എങ്ങനെയെങ്കിലും എല്ലാവരും നമസ്കരിക്കുമോ, ഞാനും അങ്ങ് നമസ്കരിക്കുക. നമസ്കരിച്ചില്ല എങ്കിൽ ആളുകൾ എന്തെങ്കിലും പറയുമല്ലോ, വീട് പള്ളിയുടെ തൊട്ടടുത്ത സമയത്ത് വന്ന് നമസ്കരിക്കാം, അല്ലെങ്കിൽ ആളുകൾ ആക്ഷേപിക്കും, അപഹസിക്കും. അതിന്റെ പേരിൽ വന്ന് നമസ്കരിക്കുന്ന ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നമസ്കാരത്തിനൊരു നിബന്ധനയുണ്ട്. യറാഹ ഹഖ്ഖൻ ലില്ലാഹി അലൈഹി, അള്ളാഹുവിന്റെ വിഷയത്തിൽ നമുക്കുള്ളൊരു ബാധ്യതയാണ്.
അള്ളാഹുവിന്റെ വിഷയത്തിൽ നമുക്കുള്ളൊരു ബാധ്യതയായിട്ട് മനസ്സിലാക്കി നമസ്കാരം നിർവഹിക്കാൻ സാധിക്കണം. അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയെങ്കിൽ ഹുർരിമ അലന്നാർ, നരകത്തിന്റെ മേൽ ഇവന്റെ ശരീരത്തെ അള്ളാഹു ഹറാമാക്കി കളയും, നരകത്തിന് ആ ശരീരത്തെ സ്പർശിക്കാൻ സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സൂറത്ത് നമ്മൾ എപ്പോഴും ഓതുന്ന സൂറത്ത് അല്ലേ, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. അതിന്റെ ഫവൈലുൻ ലിൽ മുസല്ലീൻ എന്ന ആയത്ത്, അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ, നമസ്കാരത്തിന് അശ്രദ്ധരാണ്. 3 രീതിയിൽ അശ്രദ്ധ. 1, തീരെയും നമസ്കരിക്കുന്നില്ല. 2, ഇടയ്ക്കിടയ്ക്ക് മാത്രം നമസ്കരിക്കുന്നു. 3, കൃത്യമായി നമസ്കരിക്കുന്നുണ്ട്, പക്ഷെ അതിൽ ഭക്തിയില്ല, ശ്രദ്ധയില്ല, വിനയമില്ല. നമ്മുടെ നമസ്കാരം പൂർണ്ണതയിലെത്താൻ 3 കാര്യങ്ങൾ നമ്മൾ മുറുകെ പിടിക്കണം. നമ്മുടെ നമസ്കാരം നന്നാക്കിയേ പറ്റൂ, അല്ലാതെ കാരണം ദുനിയാവ് കഷ്ടപ്പെടാനുള്ളതാ. ഇപ്പൊ കണ്ടില്ലേ, അഹമ്മദാബാദിൽ 242 പേര് ഒറ്റയടിക്ക് മരണപ്പെട്ടു. ഏത് സമയത്തും മരണത്തിന് നേരവും കാലമൊന്നും ഇല്ല. ഫ്ലൈറ്റ് പറന്ന് ഉയർന്നതേ ഉള്ളൂ. 242 പേരെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പിടിച്ചോണ്ട് പോവുകയാ. അള്ളാഹുവിന്റെ തീരുമാനം. ചെറിയ കുട്ടികൾ കൊണ്ട്, വലിയവരുമുണ്ട്. യാത്രയുടെ വിഷയത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സാഹചര്യത്തിന്റെ ഒരു സമ്മർദ്ദം മൂലം കാരണം പ്രത്യേകം പറയാ. ഹിഫാലത്ത്, യാത്രയിലുള്ള സംരക്ഷണം. ദിക്ർ ദുആകൾ നമ്മൾ മുടങ്ങാൻ പാടില്ല. ദിക്ർ ദുആകൾ മുടങ്ങാൻ പാടില്ല. സുബ്ഹാനല്ലദീ സഖറ ലനാ എന്നുള്ള ദുആ നമ്മൾ മുറുകെ പിടിക്കണം. അതുപോലെ യാത്രയിൽ പാപങ്ങൾ, പരദൂഷണങ്ങൾ, ഫിത്നയൊന്നും പറഞ്ഞ് സന്തോഷത്താൽ മതിമറന്നുകൊണ്ട് യാത്ര ചെയ്യാനൊന്നും പാടില്ല. അതൊക്കെ ഹറാമാ. പടച്ചവന്റെ പരീക്ഷണങ്ങൾ ഇറങ്ങുമ്പോൾ വ്യാപകമായിട്ട് എല്ലാവരെയും വിഴുങ്ങും. അതിൽ ചെറിയ കുട്ടികളും കാണും, വലിയവരും കാണും, എല്ലാവരും കാണും. യാത്രയിൽ നിബന്ധനകളൊക്കെ നമ്മൾ മുറുകെ പിടിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കെല്ലാം അള്ളാഹു ശാന്തിയും നൽകുമാറാകട്ടെ. അള്ളാഹു മുഴുവൻ അപകടങ്ങളെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമസ്കാരം എന്നുള്ളത് പ്രൊട്ടക്ഷനാണ്. ദുനിയാവിലും ആഖിറത്തിലും. ദുനിയാവിൽ അപകടങ്ങളെ തൊട്ട് തടുക്കും, ആഖിറത്തിൽ ശിക്ഷയെ തൊട്ട് തടുക്കുന്ന ഒരു സംരക്ഷണ കവചമാണ് നമസ്കാരം എന്ന് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നമസ്കാരം ശരിയാവണം. ആർക്കൊക്കെ ആഗ്രഹമുണ്ട് നമസ്കാരം? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. 3 നിബന്ധനകൾ പാലിക്കണം. 1, നമസ്കാരത്തിന്റെ ഷർത്തും ഫർളും സുന്നത്തും പൂർത്തിയാക്കണം. നമസ്കാരത്തിന് ശ്രദ്ധിക്കണം. നമസ്കാരത്തിന്റെ ഷർത്ത് എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന്റെ പുറത്തുള്ള കാര്യങ്ങളാണ്. നമസ്കാരത്തിന്റെ ഫർള് എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് വുദു എടുക്കുക എന്നുള്ളത് നമസ്കാരത്തിന്റെ ഷർത്തിൽപ്പെട്ടതാണ്. റുക്കൂഉം സുജൂദും എന്നുള്ളത് നമസ്കാരത്തിന്റെ ഉള്ളിൽപ്പെട്ട നമസ്കാരത്തിന്റെ ഫർളാണ്. വുദുവും ശരിയാകാൻ നമസ്കാരം ശരിയാകൂല. ഒരാളെടുത്ത് ചോദിക്കും, നിന്റെ നമസ്കാരം എപ്പോഴാണ് തുടങ്ങുന്നത്? അത് അല്ലാഹു അക്ബർ എന്ന് കൈ കെട്ടുമേറ്റ നമസ്കാരം തുടങ്ങും? ഒരിക്കലുമല്ല. നമസ്കാരത്തിന് പകുതി എത്തിപ്പോയി. നമസ്കാരം തുടങ്ങുന്നത് നമസ്കാരത്തിനോട് അനുബന്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ്. ഉദാഹരണത്തിന് ബാത്റൂമിൽ പോയി ഒരു കച്ചവടക്കാരൻ ഷർട്ട് താഴ്ത്തിയിട്ട് നമസ്കരിക്കാൻ വേണ്ടി വരികയാ. നേരെ ബാത്റൂമിലേക്ക് വൃത്തിയാകാൻ വേണ്ടി പോവുകയാ. ബാത്റൂമിലേക്ക് വൃത്തിയാകാൻ വേണ്ടി പോയിട്ട് നജസ് പകുതി ഉള്ളിലിരിക്കുകയാ. റുക്കൂഇൽ പോകുമ്പോൾ മൂത്രത്തിന്റെ ഒരു തുള്ളി പോകും. നമസ്കാരം ഔട്ടായി. നമസ്കാരം സഹീഹ് അല്ലാത്ത നിലയിലായി. ഇസ്തിബ്റാഉം ഇസ്തിൻജാഉം ഏറെ ഗൗരവമുള്ള കാര്യമാണ്. ഉള്ളിലുള്ള നജസിനെ പൂർണ്ണമായിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് അറബിയിൽ ഇസ്തിബ്റാ എന്ന് പറയുന്നത്. എന്നിട്ട് അതിനുശേഷം കൃത്യമായിട്ട് ശുദ്ധി കൈവരിക്കുന്നതിനാണ് ഇസ്തിൻജാ എന്ന് പറയുന്നത്. അല്ലാഹു റസൂൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഇസ്തൻസിഹു മിനൽ ബൗലി, മൂത്രത്തുള്ളികളിൽ നിന്ന് നിങ്ങൾ സംരക്ഷണം നേടണം. കാരണം ഫഇന്ന ആമ്മത്തൽ ഖബ്രി, ഖബർ ശിക്ഷയിൽ അധികവും മിൻഹു, ആ മൂത്രത്തുള്ളികളുടെ പേരിലാണെന്ന് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട്, കാരണം എന്താ, ഇമാമിന്റെ കൂട്ടത്തിന് ആദ്യത്തെ റക്അത്തിൽ നേരത്തെ വരാൻ പറ്റൂല. നേരത്തെ വരാൻ നമ്മളെ കൊണ്ട് പറ്റൂല. സമയത്തിന് ബാങ്ക് കൊടുത്ത് ഒരു റക്അത്താകുമ്പോൾ നമ്മൾ ഓടി നേരെ ബാത്റൂമിലേക്ക് പോകും. ആദ്യത്തെ റക്അത്ത് നഷ്ടപ്പെടാനും പാടില്ല. മൂത്രത്തുള്ളി അവന്റെ പുറത്തേക്ക് വരും, നമസ്കാരം ബാത്തിലായിത്തീരുന്നു. ഇൻസ്റ്റൻസിഹു മിനൽ ബൗൽ, മൂത്രത്തുള്ളികളിൽ നിന്ന് സംരക്ഷണം ചെറിയ നിസാര കാര്യമല്ല. ഫഇന്ന ആമ്മത്തൽ ഖബ്ർ, കാരണം ഖബർ ശിക്ഷയിൽ അധികവും മൂത്രത്തുള്ളികളുടെ പേരിലാണെന്ന് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കൃത്യമായിട്ട് ഫിഖ്ഹിന്റെ കിതാബുകളിൽ കാണാം, ഇമ്മാ ബി തനഹ്നുഹി, ഒന്നുകിൽ തൊണ്ട അനക്കിക്കൊണ്ട്, ഔ ഇൽതിജായി, അതല്ലെങ്കിൽ ഒന്ന് ചരിഞ്ഞിരുന്നുകൊണ്ട്, ഔ ബിൽ മശി, അതല്ലെങ്കിൽ ഒന്ന് നടന്നുകൊണ്ട് ഉള്ളിലുള്ള നജസിനെ പൂർണ്ണമായിട്ട് പുറത്തു കൊണ്ടുവരണം. സമയമെടുത്ത് പൂർണ്ണമായിട്ട് പുറത്തു കൊണ്ടുവന്നതിന് ശേഷം വൃത്തിയാവണം. നമ്മൾ അറിയുന്നില്ല, ഒരു പരിശ്രമവും നമ്മൾ പരിശ്രമം നടത്തുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ അള്ളാഹു നോക്കിക്കോളും. നമ്മൾ ഒരു കാര്യവും ചെയ്യുന്നില്ല, മൂത്രം ഒഴിക്കാൻ പെട്ടെന്ന് കഴുകിട്ട് എഴുന്നേറ്റ് വരിക, അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമസ്കാരമൊക്കെ പോകും, നമസ്കരിക്കുന്ന പേര് മാത്രം കാണും. ആഖിറത്തിൽ വരുമ്പോൾ റെക്കാർഡിൽ ഒരു നമസ്കാരവും കാണൂല. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. അപ്പൊ നമസ്കാരത്തെ അതുപോലെ വുദൂ കൃത്യമായിട്ട് എടുക്കണം. ചില ആളുകൾ കൈ കഴുകും, മുട്ട് നനയൂല, കാല് കഴുകും, ഞെരിയാന് നനയൂല.
അതുപോലെ തന്നെ തല തടകും, ശരിയായ രീതിയിൽ തടകുന്നില്ല. മുഖത്തിന്റെ പരിധി, ചെവിച്ചോണയുടെ ഈ രണ്ട് സൈഡും, അതുപോലെ മുടി മുളയ്ക്കുന്നത് മുതൽ താടിയതിന്റെ താഴ്ഭാഗം വരെ കൃത്യമായിട്ട് മുഖത്തിന്റെ പരിധി പഠിക്കണം. ഇവിടെ മാത്രം തടകും, ഇവിടെയൊന്നും നനയൂല. വുദൂഇന്റെ ഫർദിൽപ്പെട്ടതാണ്. വുദൂഇ ശരിയായില്ല എങ്കിൽ നമസ്കാരം ശരിയാകില്ല. കാരണം നമസ്കാരത്തിന്റെ താക്കോൽ എന്നുള്ളത് ശുദ്ധിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങ് ശുദ്ധി കൃത്യതയോടുകൂടി വരുത്തണം, എന്നിട്ട് നമസ്കരിക്കാൻ പോണം. ഇത് നമസ്കാരത്തിന് പുറത്തുള്ള കാര്യങ്ങൾ. ഇതിനാ ഷർത്ത് എന്ന് പറയുന്നത്. മലമൂത്ര വിസർജനം, നമസ്കാരക്കാരന്റെ ശരീരം, അവന്റെ വസ്ത്രം, അവൻ നമസ്കരിക്കുന്ന സ്ഥലം, ഇതൊക്കെ അശുദ്ധിയിൽ നിന്ന്, നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കുക. രണ്ടാമത്തെ കാര്യം, നമസ്കാരത്തിന്റെ ഫർദുകൾ, അവന്റെ റുക്കൂഉകൾ, സുജൂദുകൾ, ഇതൊക്കെ പൂർത്തിയാക്കുക. അതിനോടൊപ്പം തന്നെ സുന്നത്ത് പഠിക്കണം. സുന്നത്തിന് നമുക്കിന്നൊരു വിലയുമില്ല. ചില ആളുകൾ സുജൂദിന് കാല് കുത്തി വെക്കൂല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാനപ്പെട്ട സുന്നത്താണ് ദിക്ർ ചൊല്ലുന്നത്. റുക്കൂഇലും സുജൂദിലും ദിക്ർ ചൊല്ലുക എന്നുള്ളത് സുന്നത്തില്ലല്ലോ. റുക്കൂഇൽ വെറുതെ നിന്നാ മതിയല്ലോ, സുജൂദിൽ വെറുതെ നിന്നാ റുക്കൂഉം സുജൂദും ദിക്ർ പറയൂല. ഇതൊക്കെ സുന്നത്താണ്. പണ്ഡിതന്മാര് പഠിപ്പിക്കുക, ഫർദിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അള്ളാഹു സുന്നത്ത് പരിശോധിക്കും. ആ സുന്നത്തിനെ വിലയിരുത്തിക്കൊണ്ട്, അടിസ്ഥാനമാക്കിക്കൊണ്ട് ഫർദിലെ പോരായ്മകൾ പരിഹരിച്ച് അവന് സ്വർഗപ്രവേശനം കൊടുക്കുമെന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുക. നമ്മുടെ ഫർദൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്, അള്ളാഹുവിന് തൃപ്തികരമാണ് നമുക്കറിയില്ല. സുന്നത്തും കൂടി ചെയ്യുമ്പോൾ അതിലുള്ള വീഴ്ചകൾ അള്ളാഹു, ഈ ഫർദിന്റെ വിഷയത്തിലുള്ള വീഴ്ച അള്ളാഹു സുന്നത്തിൽ പരിഹരിക്കും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ നമസ്കാരത്തിന്റെ ഷർത്തും ഫർദും സുന്നത്തും ഒക്കെ നമ്മൾ പാലിക്കണം. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, നമസ്കാരം എപ്പോഴെങ്കിലും നിസ്കരിച്ചാൽ പോരാ. പല ആളുകളുടെയും കാര്യം ഞാൻ പറയട്ടെ. നമസ്കാരം ഇമാം ജമാഅത്തെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒറ്റയ്ക്ക് വരും. അവർക്കതൊരു ആനന്ദമാണ്. ഒറ്റയ്ക്ക് വന്ന് ഫാത്തിഹ ഓതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ റഹീം, ഫാത്തിഹ ഒക്കെ റുക്കൂഉം സുജൂദും ഒക്കെ. കാരണം എനിക്ക് ഓതണം. എനിക്ക് ഓതി ഒരാൾ പറയുകയാണ്, എനിക്ക് സ്വന്തമായിട്ട് ഓതിയാലേ എനിക്ക് നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുള്ളൂ. സ്വന്തമായിട്ട് എനിക്ക് ഓതിയാൽ മാത്രമേ നമസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇമാം ജമാഅത്തിന് പങ്കെടുക്കുന്നില്ല. അസ്സലാത്തു ഫീ അവ്വലി വഖ്തിഹാ. അല്ലാഹു റസൂൽ എന്താ പഠിപ്പിച്ചത്? നമസ്കാരം ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കണം. നമസ്കാരം ആദ്യ സമയത്ത് ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമാണ് ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നതിന്. ബഹുമാനപ്പെട്ട ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു ജന്മന അന്ധന. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അന ശാഫിഉൻ, എന്റെ വീട് വളരെ വിദൂരത്താ. വഅന മക്ഫൂഫുൽ ബസരി, എന്റെ കണ്ണിന് കാഴ്ചയില്ല, ജന്മന കാഴ്ചയില്ല എനിക്ക്, ഞാൻ വീട്ടിൽ നിസ്കരിച്ചോട്ടെ എന്ന് ചോദിച്ചു. അല്ലാഹു റസൂൽ പറഞ്ഞു, ഫൈദാ സമിഅതൽ അദാന ഫഅജിബ് വലൗ കാന സഹഫാ. ഫൈദാ സമിഅതൽ അദാന, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഉമ്മു മക്തൂമേ ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ നിരങ്ങിയാണെങ്കിലും ശരി പള്ളിയിൽ വന്ന് നമസ്കരിക്കണം. നിരങ്ങിയാണെങ്കിലും ശരി പള്ളിയിൽ വന്ന് നമസ്കരിക്കണം, അതിന് മറുപടി കൊടുക്കണം എന്ന് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ജന്മന കണ്ണ് കാണാത്ത ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനോട് പോലും അല്ലാഹു റസൂൽ പറഞ്ഞതെന്താ? നിരങ്ങി വന്ന് ജമാഅത്തിൽ പങ്കുകൊള്ളണമെന്നാ. നമുക്കിന്ന് ജമാഅത്തിന് പ്രാധാന്യതയില്ല, ജമാഅത്തിനൊരു മഹത്വമില്ല. ചില ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്, ഫസൗഫ യൽഖൗന ഖയ്യ, കൈ എന്ന് പറയുന്ന ഒരു നരകത്തിന്റെ പേരാ. ആ കൈ എന്ന് പറയുന്ന നരകം കൃത്യമായിട്ട് യഥാസമയത്ത് നമസ്കരിക്കാത്ത ആളുകൾക്കാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. ഇപ്പൊ ബാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ എത്ര പേര് സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ പ്രതിഫലം അമലുകൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും. ഒരു സൽക്കർമ്മം പഠിപ്പിച്ചു തരട്ടെ ചോദിച്ചു. നിങ്ങൾ മരിച്ചാലും നിങ്ങളുടെ സൽക്കർമ്മം മുറിയൂല, ഗ്രേഡ് ഇങ്ങനെ ഉയരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇന്തിളാറുസ് സ്വലാത്തി ബഅദ സ്വലാ, നമസ്കാരത്തെ പ്രതീക്ഷിച്ചു കഴിയൽ. നമ്മളിൽ എത്ര പേർക്ക് പറയാൻ പറ്റും, എനിക്ക് 50 വയസ്സായി 60 വയസ്സായി, ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും നേരത്തെ വന്ന് ഇഖാമത്തിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടോ? നമ്മളിൽ അധിക ആളുകൾ ഒരു റക്അത്ത് കഴിഞ്ഞിട്ട് ഓടി വരും, 2 റക്അത്ത് കഴിഞ്ഞിട്ട് ഓടി വരും. ജമാഅത്ത് ഇഷ്ടപ്പെടാൻ പാടില്ല. അതെന്ത് കൂലി? നേരത്തെ വന്നിട്ട് നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സ്വഭാവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇസ്ബാഖുൽ വുദൂഇ അലൽ മകാരിഹ്,
അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിൽ ഒബു കൃത്യതയോടുകൂടി വരുത്തി വക്കസറത്തുൽ ഖതാ അല തരീഖി പള്ളിയിലേക്കുള്ള ചുവട്ടടികൾ അധികരിപ്പിച്ചുകൊണ്ട് വൻതിലാറു സ്വലാത്തി ബഅദ സ്വലാ നമസ്കാരത്തെ പ്രതീക്ഷിച്ച് കഴിയൽ അവന്റെ പാപങ്ങൾ പൊറുക്കുന്നതിന് ദറജകൾ ഉയരുന്നതിന് കാരണമാണ് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര ഗൗരവത്തോടുകൂടി പറയുന്ന നമസ്കാരത്തിന്റെ വിഷയമായതുകൊണ്ട് നമസ്കാരമില്ല നമുക്ക് ഒരു അഡ്രസ്സും ഇല്ല. ദുനിയാവിലും അഡ്രസ്സില്ല, ആഖിറത്തിലും അഡ്രസ്സില്ല. ചില പണ്ഡിതന്മാർ പറയുന്ന കാഫിറായിട്ട് ചത്തുപോട്ടെ എന്ന് പോലും ചില പണ്ഡിതന്മാർ പറയുന്ന സാഹചര്യമുണ്ട്. നമസ്കാരത്തിൽ ഗൗരവം വേണം. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് നിർബന്ധമായിട്ട് സമയത്ത് ബാങ്ക് കൊടുക്കുമ്പോൾ ഒരു 5-10 മിനിറ്റ് കടയുടെ ഷട്ടർ ഇട്ടിട്ട് പള്ളിയിൽ വന്നൊരു 4 റക്അത്ത് സുന്നത്ത് നിർവഹിച്ച് ഇഖാമത്തിനെയും പ്രതീക്ഷിച്ച് ചെറിയൊരു ദുആ കഴിച്ച് സുന്നത്ത് നിർവഹിച്ച് പോകാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ മാറണ്ടേ? അപകടങ്ങളെ തൊട്ട് ആ പോകുന്ന പോക്കിന് എന്തെങ്കിലും അപകടങ്ങളുണ്ടായി മരണപ്പെട്ട ഷഹീദിന്റെ കൂലിയാണെന്ന് പോലും പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്. ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തിട്ട് അങ്ങോട്ട് പിരിഞ്ഞു പോകുമ്പോൾ ഒരു നെഞ്ചുവേദനയുണ്ടായി, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ, ഒരു വണ്ടി വന്ന് തട്ടി എന്തെങ്കിലും ഇപ്പൊ കണ്ടില്ല 242 പേർ ഒറ്റയടിക്ക് മരണപ്പെട്ടില്ലേ? എന്തെങ്കിലും സംഭവിച്ച ഷഹീദിന്റെ കൂലിയാണെന്ന് പോലും പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്തെ കാര്യം എന്നുള്ളത് ആ നമസ്കാരം ഖുശൂഅോടുകൂടി ഭക്തിയോടുകൂടി നിർവഹിക്കണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരത്തെക്കുറിച്ച് സഹാബാക്കൾ പറയുകയാണ്. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുക, കാന യുസല്ലി, അല്ലാഹു റസൂൽ നമസ്കരിക്കുമ്പോൾ ചെവി ഇങ്ങനെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് വെച്ച് നോക്കുമ്പോൾ വഫീ സദരിഹി അസീസുൻ കഅസീസിർ റഹാ മിനൽ ബുകായി, ആ കരച്ചിലിന്റെ തേങ്ങല് കാരണം ആട്ടുകല്ലിങ്ങനെ കിടന്ന് കറങ്ങുമുണ്ടാകുന്ന ഒരു ശബ്ദമില്ലേ, ആ ശബ്ദം അല്ലാഹു റസൂലിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അസീസുൻ കഅസീസിർ റഹാ മിനൽ ബുകായി, അതിശക്തമായ തേങ്ങൽ, അതിശക്തമായ വിങ്ങൽ എന്റെ റബ്ബുമായിട്ടുള്ള അഭിമുഖ സംഭാഷണമാണ്. ഏതെങ്കിലും മേൽക്കോയ്മയുള്ള ഉദ്യോഗസ്ഥരുടെ അടുക്കൽ പോകുന്നു, DGPയുടെ അടുക്കൽ പോകുന്നു, SIയുടെ അടുക്കൽ പോകുന്നു, നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ ഭാഷ, നമ്മുടെ സംസാരം എല്ലാം സൂക്ഷിക്കും. സ്വേച്ഛാധിപതിയായിട്ടുള്ള ലോകത്തെ മൊത്തം അടക്കി വാഴുന്ന റബ്ബിന്റെ സമക്ഷത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ശ്രദ്ധയില്ല. കൈകെട്ടുമ്പോൾ വീട്ടിലെ ചിന്ത, അതല്ലെങ്കിൽ മക്കളുടെ ചിന്ത. അള്ളാഹുവിനെ കുറിച്ച് മാത്രം ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അക്ബർ അർത്ഥം പഠിക്കണം. പരമാവധി അർത്ഥമാണ് ചിന്തിക്കേണ്ടത്. നമസ്കാരത്തിൽ എന്താ ചിന്തിക്കേണ്ടത്? കഅബാലയത്തെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, ശുദ്ധ ഖുർആനെ കുറിച്ചല്ല. നമസ്കാരത്തിന്റെ അർത്ഥം ചിന്തിക്കണം. അല്ലാഹു അക്ബർ എന്ന അർത്ഥം, അല്ലാഹു ഏറ്റവും വലിയവനാ. ഫാത്തിഹ ഓതുമ്പോൾ ആ ഫാത്തിഹയുടെ അർത്ഥം ചിന്തിക്കാൻ സാധിക്കണം. അതല്ലേ കഅബാലയത്തിൽ വിശുദ്ധ ഹറമൈൻ ഷരീഫയിൽ ഇമാമുമാര് ഖുർആൻ ഓതിക്കൊണ്ട് കരയുന്നത് നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അർത്ഥം ചിന്തിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക പരിപാലകനായ അല്ലാഹുവിനാകുന്നു സർവസ്തുതി. ഈ അർത്ഥം ചിന്തിക്കണം. അർ-റഹ്മാനിർ റഹീം, അതിന്റെ അർത്ഥം. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ, അതിന്റെ അർത്ഥം ചിന്തിച്ച് നമസ്കരിച്ച നമ്മുടെ ദുനിയാവും ആഖിറവും വിജയിക്കും. പ്രത്യേകിച്ച് വേറെ നന്മയൊന്നും വേണ്ട. വിധവകളെ യതീമകളൊന്നും നിങ്ങളെ സഹായിക്കണ്ട, അതല്ലെങ്കിൽ ഒരു കാരുണ്യ പ്രവർത്തനം നമ്മൾ ചെയ്യേണ്ട. നമസ്കാരം കൃത്യമാണെങ്കിൽ അല്ലാഹു പൊക്കിയെടുത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ കൊണ്ടുപോകും എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിൽ ആയത്ത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചു. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്, സല്ലി സലാത്തൽ മുവദ്ദിഇ. എന്താ അർത്ഥം അറിയാമോ? ഈ അത്തഹിയാത്ത് കഴിഞ്ഞ് വലത്തോട്ടും ഇടത്തോട്ടും സലാം വീട്ടിയ നിങ്ങൾ അപ്പോൾ മരിക്കും. വലത്തോട്ടും ഇടത്തോട്ടും സലാം വീട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കാനുള്ളതാണ്. ആ ചിന്തയോടുകൂടി നമസ്കരിക്കും. ഇനിയൊരു നമസ്കാരം എനിക്കില്ല എന്ന ചിന്തയോടുകൂടി നിങ്ങൾ നമസ്കരിക്കണം എന്ന് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്നക തറാഹു, നിങ്ങൾ അല്ലാഹുവിനെ കാണുന്നത് പോലെ നമസ്കരിക്കണം. നിങ്ങൾ അല്ലാഹുവിനെ കാണുന്നില്ല എങ്കിലും ഫഇന്നഹു യറാക, അല്ലാഹു നിങ്ങളെ കൃത്യമായിട്ട് കാണുന്നുണ്ട് എന്ന് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമസ്കാരത്തിന്റെ വിഷയത്തിൽ എല്ലാവരും നിയത്ത് വെക്കും ഇൻഷാ അല്ലാഹ്. ജമാഅത്ത് നമസ്കാരം ഇൻഷാ അല്ലാഹ് ഹത്തൽ മൗത്ത്, ഈ ലോകത്ത് നിന്ന് മരിക്കുന്നത് വരെ ജമാഅത്ത് നമസ്കാരം ഞാൻ ഒഴിവാക്കൂല. ജമാഅത്ത് നമസ്കാരം ഇൻഷാ അല്ലാഹ് അവ്വൽ തക്ബീറിൽ മൂത്രമൊഴിക്കാനുണ്ടെങ്കിൽ നേരത്തെ വന്ന് മൂത്രമൊഴിച്ച് ഒടുവെടുത്ത് പള്ളിയിൽ ഇമാമിന്റെ പിന്നിൽ അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടുന്ന ഒരു സൗഭാഗ്യം മുഅ്മിനീങ്ങൾക്ക് എല്ലാവർക്കും തൗഫീക്ക് കിട്ടണമെന്നില്ല. അതൊരു തൗഫീക്ക് റബ്ബിന്റെ ഭാഗത്തുണ്ട്, സൗഭാഗ്യമാ. നമുക്കതിന് തൗഫീക്ക് കിട്ടിയില്ല എങ്കിൽ 1-2 റക്അത്ത് പിന്തി വന്നിട്ടുണ്ടെങ്കിൽ ആ സൗഭാഗ്യം റബ്ബിന്റെ ഭാഗത്ത് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് അതിന്റെ അർത്ഥം. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ചില പണ്ഡിതന്മാര് പറയുന്നത് 4 റക്അത്തുള്ള നമസ്കാരത്തിൽ 2 റക്അത്ത് മാത്രം കിട്ടി, 2 റക്അത്ത് കിട്ടിയില്ല, ജമാഅത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു എന്നാ.
3 റക്അത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജമാഅത്തിന്റെ ശ്രേഷ്ഠത കിട്ടിയെന്ന് വിലയിരുത്താം. പക്ഷെ 2 റക്അത്ത് മാത്രം ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന അപ്പൊ ജമാഅത്തിന്റെ കൂലി അതിന്റെ പൂർണ്ണതയിലാണ്. തുടക്കം മുതൽ ഔവൽ തക്ബീർ മുതൽ സലാം വീട്ടുന്നത് വരെ അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമസ്കാരത്തിൽ നമ്മുടെ ദുനിയാവിലും ആഖിറത്തിലും വിജയത്തിന്റെ താക്കോലാണ്. നമസ്കാരമില്ല എങ്കിൽ ലാ ഖൈറ ഫീ ദീനിൻ ലൈസ ഫീഹി റുകൂഅ്. നമസ്കാരമില്ല എങ്കിൽ റബ്ബിന്റെ മുന്നിൽ ദീനിൽ ഒരു സ്ഥാനവുമില്ല എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമസ്കാരം യഥാവിധി ശരിയായ നിലയിൽ തന്നെ നമസ്കരിക്കാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയം, കസേരയിരുന്ന് നമസ്കരിക്കുന്ന ഒരു വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രായമുള്ള മുഴുവൻ ആളുകൾക്കും ആഫിയത്തും സിഹത്തും സലാമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. പണ്ഡിതന്മാര് കസേരയിരുന്ന് നമസ്കരിക്കുന്നത് ഒട്ടും പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമുക്ക് ഈ സുജൂദ് ചെയ്യാൻ മടിയായതുകൊണ്ട് നമ്മൾ കസേരയിരുന്ന് നമസ്കരിക്കുന്നത് നമസ്കാരം ശരിയാകില്ല എന്നല്ല. അല്ലാഹു പൂർണ്ണമായ കൂലി നൽകുമാറാകട്ടെ. പരമാവധി തറയിരിക്കാൻ വേണ്ടി നോക്കണം. കിതാബുകളിൽ കാണുന്നത് നിന്ന് നമസ്കരിക്കാൻ കഴിയില്ല എങ്കിൽ ഇരുന്ന് നമസ്കരിക്കുക. അതിനും കഴിയില്ല എങ്കിലും മലർന്ന് കിടന്നുകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് നമസ്കരിക്കുക. കസേരയിരുന്ന് നമസ്കരിക്കാൻ എവിടെയും പറയുന്നില്ല. നമ്മുടെ ബുദ്ധിമുട്ട് പരിഗണിച്ചാൽ അല്ലാഹു സ്വീകരിക്കും. എങ്കിലും പറ്റുമെങ്കിൽ കിബിലയ്ക്ക് നേരെ കാല് നീട്ടിയിരുന്ന് റുക്കൂം സുജൂദുമല്ല ആംഗ്യം കാണിച്ചാൽ മതി പരമാവധി. കാരണം ഇത് മറ്റ് മതസ്ഥരുടെ ശൈലിയെ കസേരയിരുന്നുള്ള ആരാധന എന്നുള്ളത് പരമാവധി ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കിക്കൊണ്ട് തീർത്തും ഇരുന്ന് നമസ്കരിക്കുന്ന ഒരു ശൈലി ഉണ്ടാകും. കാരണം ഭക്തിയും വിനയവും ഒക്കെ ഉണ്ടാകണമെങ്കിൽ അത് ഇരുന്ന് നമസ്കരിക്കുന്നതിൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. പരമാവധി ഒഴിവാക്കാൻ പറ്റുന്നവരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഒരു സഹോദരി രോഗമായിട്ട് കഴിഞ്ഞുകൂടുന്ന പ്രത്യേകം ദുആ ചെയ്യാൻ അറിയിച്ചിട്ടുണ്ട്. നാളെ ഓപ്പറേഷനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹീതമായ ദുൽഹജ്ജ് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് പരിപൂർണ്ണ ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ആജിലായ താമായ മുസ്തമിറായ ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് രോഗമുക്തി കൈവരിച്ച് വീട്ടിലേക്ക് മടങ്ങുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരിക്ക് തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ അസറിന് ശേഷം നമ്മുടെ ഈ പള്ളിയിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് ക്ലാസ് നടത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം ഹദീസിന്റെ ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാ സഹോദരന്മാരും ഇൽമിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ പൂന്തോപ്പാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യേകിച്ച് ഹദീസിന്റെ മജ്ലിസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സ്വർഗീയ തോപ്പുകളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഒന്ന് മേഞ്ഞിട്ട് പോകുക. സഹാബാക്കൾ ചോദിച്ചു, അല്ലാഹു റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ഈ സ്വർഗീയ പൂന്തോപ്പ്? അത് ആഖിറത്തിലല്ലേ ഉള്ളൂ? അതല്ല, ദുനിയാവിലുമുണ്ട്. അത് ഹദീസിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്ന നല്ല കാര്യങ്ങൾ പറയുന്ന അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന സദസ്സുകളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഔദ്യോഗികമായിട്ട് നമ്മുടെ മസ്ജിദിന്റെ ഭാഗത്ത് നിന്ന് നടത്തുന്ന ക്ലാസ്സാണ്. അസറിന് ശേഷം ഇവിടെ നടക്കുന്ന ഈ താലീമിന്റെ ഹദീസിന്റെ ക്ലാസ്. എല്ലാ സഹോദരങ്ങളും ഇൻഷാ അല്ലാഹ് അതിൽ പങ്കുകൊള്ളിൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഹാജിമാരൊക്കെ മദീനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും മദീനയിലേക്ക് പോകുവാനും ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്ത് വന്ന് സലാം പറയുവാനും റൗള ശരീഫയിൽ വന്ന് നമസ്കരിക്കുവാനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വർഷം ഹജ്ജിന് പോയ മുഴുവൻ ഹാജിമാരെയും പ്രത്യേകിച്ച് നമ്മുടെ പ്രദേശവാസികളായിട്ടുള്ള ഹാജിമാരെ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മഖ്ബൂലും മബ്റൂറുമായിട്ടുള്ള ഹജ്ജും ഉംറയും നിർവഹിച്ച് ആഫിയത്തോടെ തന്നെ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി വരാൻ അല്ലാഹു അവർക്കെല്ലാം ഉദവി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലൈഹി നബിയിൽ കരീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.